ഇന്ന് രാജ്ഭവനിൽ രാജകീയ വാഴ്ചയായിരുന്നു. അങ്ങനെ ആ രാജ്ഭവനിലെ രാജകീയ വാഴ്ചയ്ക്കിടയിൽ എപ്പോഴോ തിരുവായ്ക്ക് എതിർവാ പാടില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയി. അതുകൊണ്ടിപ്പോൾ പ്രതിഷേധ സ്വരങ്ങളെല്ലാം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്കും ബാനറുകൾക്കുമെല്ലാം വിലക്കാണ്. ബാധ്യതയില്ലാത്ത പോലീസുകാരെ കൊണ്ടുപോലും ബാനറുകൾ നീക്കം ചെയ്യിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കായിരുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാർ ഉണ്ടായിരുന്നത്. അല്ലെങ്കിൽ ആ സെമിനാറിന് ഗവർണർ പങ്കെടുക്കേണ്ടിയിരുന്നത്. പക്ഷേ 2 ദിവസം മുൻപേ ഗവർണർ എത്തി. ഗവർണർക്കെതിരെ SFI പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ സാഹചര്യത്തിലാണ് ഗവർണർ 2 ദിവസം മുൻപേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് നേരിട്ടെത്തുന്നത്. അതും ചില സ്ഥലങ്ങളെല്ലാം തന്നെ വാഹനം ഉപേക്ഷിച്ചുകൊണ്ട് കാൽനടയായി തന്നെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുമുണ്ട്. അത് SFI പ്രവർത്തകരെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ താമസ സൗകര്യം ഒരുക്കിയിട്ടും അതെല്ലാം വേണ്ട എന്ന് വെച്ചിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിൽ അദ്ദേഹം താമസിക്കുന്നത്. അപ്പോൾ അതിന് പിറകിലും ഒരു അജണ്ടയുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. കഴിഞ്ഞില്ല, ഗസ്റ്റ് ഹൗസിലേക്ക് ഗവർണർ എത്തുന്നതിനെ തുടർന്ന് അതീവ സുരക്ഷയൊരുക്കിയിരുന്നു പോലീസ്. ഇപ്പോൾ ഗവർണർക്ക് മുഖ്യമന്ത്രിയോളം സുരക്ഷയുണ്ട് എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. ഗവർണർ എത്തിയതിനെ തുടർന്ന് അടുത്തുള്ള മുറികളിലെ താമസക്കാരെല്ലാം തന്നെ ആദ്യമേ പോലീസ് ഒഴിപ്പിച്ചിരുന്നു. മാത്രമല്ല, പുറമേ നിന്നുള്ളവർക്ക് അവിടേക്ക് പ്രവേശനവും ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് BJP RSS പ്രവർത്തകർ, അതായത് K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 10ഓളം നേതാക്കൾ കഴിഞ്ഞ ദിവസം രാത്രി ഗവർണറെ കാണാനെത്തുന്നത്. ഗവർണറെ കാണാൻ എത്തിയെന്ന് മാത്രമല്ല, അടച്ചിട്ട റൂമിലിരുന്ന് 1 മണിക്കൂറോളം അവർ യോഗവും നടത്തി. ആ യോഗത്തിലുണ്ടായിരുന്ന തീരുമാനം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്ന പരിഹാരത്തെക്കുറിച്ചായിരിക്കണമെന്നില്ല, പ്രശ്നങ്ങളെക്കുറിച്ചും മാത്രമല്ല SFI പ്രവർത്തകരുടെ ഈ പ്രതിഷേധത്തെക്കുറിച്ചുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വരാനിരിക്കുന്ന സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പാണ്. BJP കോൺഗ്രസ് അനുഭവമുള്ള സെനറ്റ് അംഗങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടിക്കൊണ്ട്, അതായത് 8 പേരുടെ ഒരു യോഗം കഴിഞ്ഞ ദിവസം ഗവർണർ ചേർന്നിട്ടുണ്ടായിരുന്നു. 21-ാം തീയതി സെനറ്റ് യോഗം നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ യോഗം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാരലൽ ആയിട്ട്, അതായത് 21-ാം തീയതി യോഗം നടക്കാനിരിക്കെ അതിന് സമാന്തരമായിട്ട് മറ്റൊരു യോഗം വിളിച്ചു ചേർത്തതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. ഗവർണർ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് SFI പ്രവർത്തകർ ഡിസംബർ 10-ാം തീയതി തുടങ്ങിയ പ്രതിഷേധമാണ്. ആദ്യത്തെ ദിവസത്തെ കരിങ്കൊടി പ്രതിഷേധത്തിന് ശേഷം 2ാമത്തെ ദിവസം SFIക്കാർ പ്രതിഷേധിച്ചപ്പോൾ ഗവർണർ വണ്ടിയിൽ നിന്നും ചാടിയിറങ്ങുകയും ബ്ലഡി ക്രിമിനൽസ് എന്ന് ആക്രോശിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം പ്രതിഷേധിച്ച SFI പ്രവർത്തകർക്കെതിരെ കേസെടുക്കാനും ഗവർണർ ആവശ്യപ്പെട്ടു. നിസ്സാരമായ വകുപ്പുകൾ ചുമത്തിയാണ് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് ഗവർണർ ജാമ്യമില്ലാ വകുപ്പ് ആഡ് ചെയ്യാനും DGPക്ക് നിർദ്ദേശം നൽകി. അതിൻ പ്രകാരം 124-ാം വകുപ്പ് ആഡ് ചെയ്തുകൊണ്ടായിരുന്നു പിന്നീട് പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പണം കെട്ടിവെച്ച് രക്ഷപ്പെടാനുള്ള സാധ്യത ഉയർന്നു വന്നപ്പോൾ അതിനെയും ഗവർണർ തടയുകയുണ്ടായിരുന്നു. അതിനുശേഷവും SFIക്കാർ ഇതിൽ നിന്നൊന്നും പിന്നോട്ട് പോകില്ല എന്നോ അല്ലെങ്കിൽ തങ്ങളെ കണ്ണുരുട്ടി പേടിപ്പിക്കാമെന്ന് വിചാരിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ മുന്നോട്ട് വരികയാണ് ചെയ്തത്. തങ്ങളുടെ പ്രതിഷേധം തുടരുമെന്നും SFI പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് തിങ്കളാഴ്ച കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടക്കാനിരിക്കുന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കുമെന്ന് അറിഞ്ഞതിനെ തുടർന്ന് SFI പ്രവർത്തകർ എന്തായാലും പ്രതിഷേധം നടത്തും എന്ന് മുൻകൂട്ടി അറിയിച്ചതാണ്. അത്തരത്തിൽ പ്രതിഷേധം നടത്തുമെന്ന് വെല്ലുവിളിച്ചു നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇടയിലേക്കാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇറങ്ങിച്ചെല്ലുന്നത്. അതും 2 ദിവസം മുൻപേ തന്നെ. അത്തരത്തിൽ 2 ദിവസം മുൻപേ തന്നെ ക്യാമ്പസിൽ എത്തേണ്ട ആവശ്യം ഗവർണർക്ക് എന്തായിരുന്നു? മനഃപൂർവ്വം വിദ്യാർത്ഥികളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു സംഘർഷം ഉണ്ടാക്കാനായിരുന്നു ഗവർണറുടെ നീക്കം എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. മാത്രമല്ല, ക്യാമ്പസുകളിലും കേരള രാഷ്ട്രീയത്തിലുമെല്ലാം തന്നെ ഈ പ്രതിഷേധവും കരിങ്കൊടി പ്രതിഷേധവുമെല്ലാം സ്വാഭാവികമാണ്. ആ പ്രതിഷേധത്തിനെയാണ് ഗവർണർ ഇത്രയും വഷളാക്കി വെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരെ ജാമ്യമില്ലാ നടപടി സ്വീകരിക്കുക, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് BJP RSS പ്രവർത്തകരെ വിളിച്ചു വരുത്തുക, 21-ാം തീയതി നടക്കേണ്ട യോഗത്തിന് സമാനമായ യോഗം മുൻകൂട്ടി വിളിച്ചു ചേർക്കുക തുടങ്ങി ഗവർണർ കാണിക്കുന്നത് എല്ലാം തന്നെ ദുരൂഹത ഉളവാക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഗവർണർ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് SFI പ്രവർത്തകർ മാത്രമാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോഴും മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ മൗനം പാലിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ഇത്തരമൊരു പ്രതിഷേധം നടത്തും എന്ന് പറഞ്ഞിരുന്നെങ്കിലും അത്ര വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊന്നും തന്നെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. MSFന്റെ ഭാഗത്തു നിന്നാണെങ്കിലും MSF SFIക്കുള്ള മറുപടി കൊടുത്തു. ഗവർണർക്കെതിരെ തങ്ങൾ പ്രതിഷേധിക്കുമെന്നെല്ലാം വെല്ലുവിളിച്ചിരുന്നെങ്കിൽ പോലും MSFന്റെ ഭാഗത്തു നിന്ന് പോലും അത്തരത്തിൽ പ്രത്യക്ഷമായ പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്നാലോ കാര്യങ്ങളൊന്നും KSU സംഘടന അറിഞ്ഞ മട്ടയില്ല. ഇക്കാര്യങ്ങളിൽ ഇതുവരെ KSU സ്വന്തമായൊരു നിലപാടും അറിയിച്ചിട്ടില്ല. KSUവിന് കോൺഗ്രസിന്റെ അതേ നിലപാട് തന്നെയാണോ എന്ന കാര്യത്തിൽ സംശയവുമുണ്ട്. മറ്റാർക്കും പ്രവേശനമില്ലാതിരുന്നിടത്തേക്കാണ് BJP നേതാക്കളുടെ
രഹസ്യ യോഗം ഗവർണർ വിളിച്ചിരിക്കുന്നത്. അതും SFI നേതാക്കളുടെ അറസ്റ്റിന് ശേഷമാണ് കെ സുരേന്ദ്രൻ അടക്കമുള്ള 10ഓളം നേതാക്കൾ ക്യാമ്പസിന് അകത്തേക്കും കടക്കുന്നത്. അതായത് SFIക്കാർ എന്തായാലും പ്രതിഷേധിക്കും എന്നുള്ള കാര്യം തീർച്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ കരിങ്കൊടി കാണിച്ച വിദ്യാർത്ഥികളെ ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കി. അതിനുശേഷമാണ് ഈ നേതാക്കളെല്ലാം തന്നെ ആ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത്. മാത്രമല്ല 1 മണിക്കൂറോളം നീണ്ടുനിന്ന ചർച്ച. SFIയെ പ്രതിരോധിക്കാനായിട്ട് ഇത്തരത്തിൽ BJP RSSന്റെ കൂട്ടുകെട്ടിന്റെ ആവശ്യമുണ്ടോ? മാത്രമല്ല ഗവർണർ ഇന്ന് പങ്കെടുക്കാനുള്ള സെമിനാറിൽ BJP RSS നേതാക്കളോട് എത്തിച്ചേരാനും ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായിട്ടും ഗവർണർ സഞ്ചരിക്കുന്ന വഴിയിൽ SFI പ്രവർത്തകർ എന്തായാലും പ്രതിഷേധമുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ നമ്മൾ ആ കരിങ്കൊടി പ്രതിഷേധങ്ങളും മുദ്രാവാക്യങ്ങൾ വിളികളും എല്ലാം തന്നെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന സെമിനാറിൽ ഗവർണർ പങ്കെടുക്കുമ്പോൾ ഗവർണർക്കെതിരെ പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ആ സാഹചര്യത്തിലാണ് നിലവിലെ അതീവ സുരക്ഷയ്ക്ക് പുറമെ BJP RSS പ്രവർത്തകരോട് തങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട് ഗവർണർ ആവശ്യപ്പെടുന്നത്. ഇതിന്റെയെല്ലാം പൊരുൾ എന്താണ്? നിലവിൽ ഗവർണറുടെ സുരക്ഷ അതീവ കർശനമാക്കിയ സാഹചര്യത്തിലാണ് ഇപ്പോൾ BJP RSS കൂട്ടുകെട്ടിലേക്ക് ഗവർണർ വീണ്ടും കടക്കുന്നത്. അതും BJP RSS കൂട്ടുകെട്ട് ഒരു ക്യാമ്പസിന് ഉള്ളിലേക്ക് വിളിച്ചു ചേർക്കാനും അതുപോലെ തന്നെ തങ്ങളുടെ യോഗത്തിൽ അവരുടെ സാന്നിധ്യം വേണമെന്ന് ഗവർണർ ആവശ്യപ്പെടുമ്പോൾ മനഃപൂർവ്വം കരുതിക്കൂട്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഗവർണറുടെ നീക്കമാണ് ഇതെല്ലാം തന്നെ കാണിച്ചു തരുന്നത്. അങ്ങനെയെങ്കിൽ ഗവർണർ മനഃപൂർവ്വം SFI എന്ന വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചമർത്താനും അടിച്ചൊതുക്കാനുമാണ് ശ്രമിക്കുന്നത്. എന്നാൽ SFI എന്ന വിദ്യാർത്ഥി സംഘടന ഉദ്ദേശിക്കുന്നത് ഗവർണറുടെ കാവ്യവൽക്കരണത്തിന് എതിരെയുള്ള പോരാട്ടമാണ്, അല്ലാതെ ഗവർണർക്കെതിരെയുള്ള പോരാട്ടമല്ല. അദ്ദേഹത്തിന്റെ നയങ്ങൾക്കെതിരെയാണ് SFI എന്ന വിദ്യാർത്ഥി സംഘടന പോരാടുന്നത്. എന്നാൽ ഗവർണർ ആകട്ടെ തങ്ങളുടെ മാക്സിമം സോഴ്സിനെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ സംഘടനയുടെ ശക്തി കാണിച്ചുകൊണ്ട് പോലീസുകാരെ ഉപയോഗിച്ചുകൊണ്ട് ആ വിദ്യാർത്ഥി സംഘടനകളെ അടിച്ചമർത്താനും അടിച്ചില്ലാതാക്കാനുമാണ് ശ്രമിക്കുന്നത്.